ഹായ്, ഇന്ന് നമ്മൾ അടുത്ത ഉച്ചയൂണിനുള്ളൊരു പരിപാടിയിലോട്ട് പോവാണ്. ഇപ്പം തന്നെ 12:30 മണിയായി. അപ്പോഴാണ് ഞാനൊരിടത്ത് പോയിട്ടൊക്കെ വന്നതാട്ടോ. സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. വന്നിട്ട് ഒരു 100 രൂപയ്ക്ക് മീൻ വാങ്ങിച്ചതാണ്. ഇവിടെ ഇങ്ങനെ തൂക്കിയൊന്നുമല്ല, ഇങ്ങനെ അല്ലാതാണ് കൊടുക്കുന്നത്. ഈ 5 ചുവപ്പൻ കോര 100 രൂപ. നോക്കേ, ഇത്തിരി പോലുള്ള മഴയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ മീനൊന്നും കിട്ടത്തില്ല കേട്ടോ. വലിയ പാടാം. അല്ലെങ്കിലും കുറേ നാളുകൊണ്ട് മീനില്ല, മീൻ കുറവാണ്. അപ്പം നമ്മൾ മുളകിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം പുളി മുളക് എന്നൊക്കെ പറയും, അത് മുളക് കറി. അത് വെക്കാൻ വേണ്ടിയുള്ള സവാളയാണ് കേട്ടോ. ഞാൻ ചുവന്നുള്ളിയൊന്നും ഇടാറില്ല, എല്ലാത്തിനും സവാള തന്നെ ഉപയോഗിക്കുന്നു. അപ്പോൾ സവാള അരിഞ്ഞ്, പിന്നെ നമ്മളതിനകത്ത് ഒരു 2 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 1.5 സവാള ഇട്ടു, വെളുത്തുള്ളി ഇട്ടാൽ. പിന്നെ വേണ്ട തക്കാളി, വലിയ തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നിട്ട് നമ്മളതിനകത്ത് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടു. ഇതാദ്യം മഞ്ഞൾപ്പൊടിയാണ് നമ്മളിടുന്നത്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇടുന്നു കേട്ടോ. പിന്നെ മുളക് പൊടി ഒരു 3 സ്പൂൺ മുളക് പൊടി ഇടണേ, വലിയ നിറച്ചിടണം. എന്നിട്ട് നമ്മൾ പിന്നെ കുറച്ച് പുളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരയ്ക്കണം. പുളി ഇട്ടിട്ടുണ്ടേ, ശേഷം നന്നായിട്ട് അരച്ച് നമ്മൾ കറിക്ക് വേണ്ടി എടുത്ത്. അതിനപ്പോൾ കറിക്ക് എടുത്തപ്പോൾ കുറച്ച് തെറിച്ചൊക്കെ പോയി കേട്ടോ, നല്ല അടച്ചു പിടിച്ചില്ലായിരുന്നേ. പിന്നെ വേണ്ട, ഇത്രയും തന്നെ 2-3 പച്ചമുളക് ഇട്ടിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് നമ്മൾ അടുപ്പി വെച്ചു. മീനും അങ്ങ് ഇട്ട് കേട്ടോ അപ്പം തന്നെ. അതൊന്ന് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി വെച്ചു. പിന്നെ നമ്മൾ കുറച്ച് മോര് കാച്ചാന്ന് വിചാരിച്ചു. അതിനകത്തും ഇതേപോലെ തന്നെ കുറച്ച് ഉള്ളിയും ഒരു പച്ചമുളകും ഒരു 2 അല്ലി വെളുത്തുള്ളിയും പിന്നെ തൈര്, തേങ്ങയും, ഇത്രയും സാധനം കൂടി ഇട്ട് നന്നായിട്ട് അരയ്ക്കണം. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അരച്ച് നമ്മൾ പിന്നെ കടുക് വറുത്തു, ഒരിത്തിരി മുളക് പൊടി ഇട്ട്, ഇത്തിരി ഉലുവപ്പൊടി ഇട്ട്, കറിവേപ്പില ഇട്ട് കടുക് വറുത്തു, ഇതങ്ങ് ഒഴിച്ചു. അത്രയേ ഉള്ളൂ. പിന്നെ ഉപ്പിട്ടു, കുറച്ച് മോര് കാച്ചിയത് ഉണ്ടാക്കിയോളേ. നമ്മളെ കറി അവിടെ നിന്ന് തിളയ്ക്കുന്നുണ്ട്. ഇതാ മോര് കാച്ചി പതഞ്ഞ് വരുമ്പോഴത്തേക്ക് ഓഫ് ചെയ്തു. കുറച്ച് നേരം ഇങ്ങനെ ആയിട്ട് പതഞ്ഞ് വന്നു. ഉപ്പ് ഒക്കെ ഇപ്പോൾ കുറവുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ 2 കറികൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇന്ന് തോരനും അവിയലും അങ്ങനെയൊന്നും എടുത്തില്ല, സമയമില്ലായിരുന്നു. പിന്നെ ഇത് പെട്ടെന്ന് 1 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് റെഡിയായി കേട്ടോ. 12:30 അങ്ങോട്ട് മീൻ കണ്ടിച്ച് 1 മണി കഴിഞ്ഞപ്പോൾ റെഡിയായി. പിന്നെ നമ്മൾ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഓംപ്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓംപ്ലേറ്റിനായിട്ട് ഇങ്ങനെ സവാള ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പച്ചമുളകും സവാളയും ഒക്കെ ഇട്ട് ഇങ്ങനെ മുട്ട ഇങ്ങനെ പൊട്ടിച്ചൊഴിക്കുകയാണ്. ഞാൻ നല്ലതായിട്ട് ഇങ്ങനെ എടുക്കും കേട്ടോ. അതിങ്ങനെ പെട്ടെന്ന് പൊട്ടിച്ചിട്ടും കളയത്തില്ല, നന്നായിട്ട് വടിച്ച് ഇങ്ങനെ എടുക്കണം വിരലുകൊണ്ട്. എന്നിട്ട് പിന്നെ അതിനകത്ത് കുറച്ച് കറിവേപ്പില ഇടണേ. കറിവേപ്പില നന്നായിട്ട് എടുത്ത് കഴുകി, ഇവിടെ ഇങ്ങനെ കുറച്ച് കറിവേപ്പില ഇങ്ങനെ ഒടിച്ച് ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ നന്നായിട്ട് അങ്ങനെ ഇരിക്കും കേട്ടോ, പച്ചക്ക് ഇങ്ങനെ ഇരിക്കും. അത് നല്ല അതിനകത്തോട്ട് അരിഞ്ഞിങ്ങനെ നമ്മളിട്ട്, അതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ ഇങ്ങനെ ഇട്ട് നന്നായിട്ട് കുറച്ച് ഉപ്പും ഇട്ട് കുരുമുളക് പൊടി കേട്ടോ, ചെറിയൊരു കുഞ്ഞ് സ്പൂണ്. പിന്നെ നമ്മൾ ചട്ടിയൊക്കെ വെച്ചു, പാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല ചൂടായപ്പോൾ ഓംപ്ലേറ്റ് 3 എണ്ണം ഉണ്ടാക്കിയായിരുന്നു. 3 വട്ടം ഇങ്ങനെ ഒഴിച്ചു. 1 എണ്ണം ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ, 2ാമതാണ് വീഡിയോ എടുത്തത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ. പിന്നെ ഇന്നലത്തെ കുറച്ച് സാമ്പാർ ഒക്കെ ഉണ്ടായിരുന്നു.